നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ജനറൽ റീഡിങ്സിനകത്തേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാതെ നിങ്ങളുടെ സംശയ നിവാരണം നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും വെച്ച് എടുത്ത് തന്നെ നോക്കണം കേട്ടോ. 100% നിങ്ങൾക്ക് വളരെ വ്യക്തമായതും കറക്റ്റായതുമായ ഒരു ഗൈഡൻസ് ലഭിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ്, ജെൻറ്റ്ലെസ്സാണ്. നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ ഇതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകിയാൽ ഇതിൽ നിന്ന് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. കാരണം നിങ്ങളൊരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ മനസ്സുകൊണ്ട് എന്ത് രീതിയിലാണ് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നത്, ആ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് ആ കാര്യം വന്നു ചേരുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു റീഡിങ്സ് എനർജി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും തീരുമാനങ്ങൾ എടുക്കാനും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും ഹീലിംഗ് എനർജിയിലേക്കും കർമ്മ ഹീലിങ്ങിലേക്കൊക്കെ നിങ്ങളുടെ എനർജിയെ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ടാറോ റീഡിങ്സ് നിങ്ങളുടെ മുന്നിൽ വരിക എന്നത് കേട്ടോ. അപ്പം അതിൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസം കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മുടെ റീഡിങ്സിൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗപ്രദമാകുമെങ്കിൽ, നിങ്ങൾക്കതിലും വിശ്വാസമുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് കാർഡ് റീഡിങ്സ് ഈ ഒരു റീഡിങ്സ് നമ്മൾ എടുത്തു വെക്കുന്നത്, ഇതിപ്പം ഓഡിയോ തന്നെ വീഡിയോ ആയിട്ട് ചെയ്താലും ഓഡിയോ ആയിട്ട് ചെയ്താലും നമ്മളത് വിശ്വാസത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം അത് അതിൻ്റേതായ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇതിനകത്ത് നിങ്ങളെ പറ്റിക്കാനായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അനുയോജ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാമെന്നുള്ളത് 100% അവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവ് മെസ്സേജുകൾ ഇടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെ കൂടാതെ കുറച്ച് അനുഭവങ്ങൾ കൂടി കണക്റ്റ് ചെയ്യാനുള്ളതാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അവർ ഹാപ്പിനെസ്സോടുകൂടി അനുഗ്രഹിച്ച് വിടുകയാണ് ചെയ്യുന്നത്. പിന്നെ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ സമീപിച്ചാൽ മതി. ഒരു ടാറോ റീഡേഴ്സ് നിങ്ങളോട് വരാൻ പറഞ്ഞ് ബലം പിടിച്ചു കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളതും ചെയ്താൽ മതി കേട്ടോ. അപ്പം മറ്റുള്ളവർ ഇന്നലത്തെ ഒരു മെസ്സേജിൽ ഒരു പ്രദീപാന്ന് തോന്നണു പേഴ്സണൽ റീഡിങ് ചെയ്യരുതെന്ന് എന്തോ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അയാളുടെ അനുഭവം വെച്ച് അയാളത് പറഞ്ഞുവെങ്കിൽ അത് അയാളുടെ ആവശ്യമാണ്, അയാളുടെ ഇഷ്ടമാണ് അയാളത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അയാളെയും ആരും നിർബന്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ചില സത്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് ചില സത്യങ്ങളൊക്കെ നഗ്ന സത്യങ്ങളാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. നിങ്ങളുടെ അനുഭവത്തിൽ അത് വരുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും എന്നും മനസ്സിലാക്കുക കേട്ടോ. കാരണം ഇതിനകത്ത് നമുക്ക് നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാനോ നിങ്ങളെ സുഖിപ്പിച്ച് വിട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നമുക്ക് റീഡിങ്സിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞേ പറ്റൂ. അത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്യുക, അത് വിട്ടുകളഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു പുതിയ മാറ്റത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ റീഡിങ്സ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം വരുത്താൻ സമയമായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് കേട്ടോ അത്. അതുപോലെ തന്നെ നമുക്ക് മെയ് മാസക്കാരുടെയും അതുപോലെ തന്നെ ജൂലൈ മാസക്കാരുടെയും എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്.
കാണുന്നുണ്ട് അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പോൾ കേട്ടോ. അപ്പം ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നു. കരിയർ എനർജിയിലൊക്കെ ആണെങ്കിലും നിങ്ങളൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഒരു ജോലി ചേഞ്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ കേട്ടോ. ഒരു ആക്ഷൻ കാർഡ് കൂടിയാണ് ഏസ് ഓഫ് വാൺസ്. സാധാ ഒരു ആക്ഷൻ കാർഡല്ല, സ്ട്രോങ് ആയതും ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയതുമായ ഒരു ആക്ഷൻ കാർഡാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചാലും, എന്ത് കാര്യം നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചാലും വളരെ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾ പുറത്തേക്ക് എടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്തൊരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ. കാരണം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു ആൻസൈറ്റി എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചില തിക്ത അനുഭവങ്ങളായിരിക്കാം നിങ്ങളെ ഒരു സ്തംഭന അവസ്ഥയിൽ നിർത്തിയിരിക്കുകയാണ്. ഉറച്ച ഒരു തീരുമാനം, കറക്റ്റായിട്ടൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു ഡിസിഷൻ, എന്താ പറയുക, ഒരു ഇമോഷണൽ ബ്ലോക്കേജ് നിങ്ങൾക്ക് സംഭവിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു ബ്ലൈൻഡ് എനർജി. കാരണം മുന്നോട്ടേക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഭയമാണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്തംഭന അവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവാം. ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധമാവാം, ചില സിറ്റുവേഷൻസുകളാവാം. നിങ്ങൾക്കത് തുറന്ന് പറയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ രണ്ട് സിറ്റുവേഷൻസും ചിന്തിക്കുന്നുണ്ട്. വരും വരായികകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു എനർജി. അതുപോലെ ചേഞ്ചിങ്ങുകൾക്ക്, അതായത് ഒരു ജോലിയെ സംബന്ധിച്ചായിക്കോട്ടെ, ജീവിതത്തിൽ ചില മാറ്റങ്ങളായിക്കോട്ടെ, പുതിയ തുടക്കങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, നിങ്ങൾക്കതിനെല്ലാം ഒരു സ്തംഭന അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം. വെല്ലുവിളികൾ എന്തു വന്നാലും നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസത്തിലേക്ക് നോക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. ഒരു ജഡ്ജ്മെൻറ്റിങ് ലഭിക്കുന്നത്, അതായത് ന്യായമായ കാര്യങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നൊരു ഫീലിങ്സ്, ഒരു സമാധാനം ലഭിക്കുന്നൊരു ഫീലിങ്സ്, പ്രശ്നങ്ങൾക്കൊക്കെ, ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ്. ഇത്രയും നാളും ഒരു ബ്ലോക്കായിട്ട് നിന്ന്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ പെയിനായിട്ട് നിന്ന പല കാര്യങ്ങളെയും ഇന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള സാധ്യത ഉണ്ടാകുന്നു. ശരിക്കും ഒരു ഒരു പോസിറ്റിവിറ്റി, ചില എക്സ്പീരിയൻസുകൾ നിങ്ങളെ മാറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് എനർജിയിലാണ് കേട്ടോ ഇന്ന് നിൽക്കുന്ന നിങ്ങൾ. ദ ടവർ എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്. ഇമോഷണൽ പരമാകുന്ന ഒരു വീഴ്ച ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ആളുകളിൽ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരു ആക്ഷൻ എടുത്തു എന്നതാണ് അതിൻ്റെ അർത്ഥം. ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറ്റി വെക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ ഒരു ആക്ഷൻ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം ഒരു മാറ്റം വരുത്തുമെന്നാണ് കാണുന്നത്. അതൊരു നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു റെസ്പെക്റ്റ് തന്നെയാണ് ചില കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുന്നത്. ഒരു കൺട്രോളിങ്, മാനേജിങ് പവറാണ് നിങ്ങൾക്ക് വരുന്നത്. മാത്രവുമല്ല ഒരു വെൽത്ത് എനർജിയിലേക്കാണ് ഇനി നിങ്ങൾ പോകുന്നത് കേട്ടോ. ജീവിതത്തിൽ ഇമോഷണലി ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിനെ നിങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ ഒരു പുതിയ കയറ്റം, ഉയർച്ച, ഒരു വെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരു കൺട്രോളിങ്, മാനേജിങ് പവർ, അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു ചേഞ്ചിങ് വരുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി 5 ഓഫ് കപ്സിൻ്റെ എനർജി നിൽക്കുന്നുണ്ട്. ഒരു ട്രാപ്പിഡ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് അവസാനിപ്പിക്കുന്നുണ്ട്. ചില വ്യക്തി ബന്ധങ്ങളെ നിങ്ങളിൽ നിന്ന് മാറ്റി കളയുന്നതിന് കൂടാതെ ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിൽ നിന്ന്, ഒരു ട്രാപ്പിഡ് ആയിപ്പോയ, അതായത് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷന് ലഭിക്കാഞ്ഞിട്ടും നിങ്ങൾ വീർപ്പ് മുട്ടി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു ഇമോഷണൽ എനർജിയിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നു. അതും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ
കാർഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മൂമെൻറ്റ്സ്, ഈ ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ഒരു ഇരുട്ടായിരുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ഇരുണ്ട കാലഘട്ടം നിങ്ങളുടെ അവസാനിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇന്നത്തെ റീഡിങ്സിൽ പറയാൻ പറ്റുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി ലൈഫിൽ വരുന്നുണ്ട്. ഒരു സ്വാതന്ത്ര്യ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അതുപോലെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഈ കരിയർ പാതയിലൊക്കെ ആയിരിക്കാം നിങ്ങളൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാണാം. ജോലിയെക്കുറിച്ചും ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെയൊക്കെ നിങ്ങൾ മാനസിക വിഷമങ്ങളൊക്കെ അത് ഫിസിക്കലിയും ഹെൽത്ത് പരമായിട്ട് നിങ്ങളെ ശരിക്കും ബാധിച്ചിട്ടുണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും ഉറക്കമൊന്നുമില്ലാത്ത വിധം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഹെൽത്തിന് വരെ പ്രോബ്ലംസ് വന്ന സാഹചര്യങ്ങളെയൊക്കെയാണ് നിങ്ങൾ ഹീലാക്കി ഒഴിവാക്കി കളയുന്നൊരു സിറ്റുവേഷൻസിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെടുത്തു മാറ്റിയാലും 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക്, ഒരു സക്സസ് എനർജിയിലേക്ക് നിങ്ങളെ എത്തിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? മൈൻഡ് ടു പവർ എനർജിയിലേക്ക് വരണം. വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും തിരിച്ചറിയാനും നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള ആ ഒരു ചിന്തയിലേക്കും നിങ്ങൾ മാറണം. ഒരു സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവണമെന്നാണ് കാണുന്നത്. ഇന്ന് ലീഗൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു കോടതിപരമാകുന്ന ചില സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മധ്യസ്ഥതയുടെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അത് ഒന്നെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സ്പിരിച്വൽ പാതയിലേക്ക് മാറുന്നതായിരിക്കാം. ഒരു സ്പിരിച്വൽ ജേണിയിലേക്കുള്ള ഒരു യാത്ര, എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് അറിയാൻ ഒരു വ്യക്തിയെ സമീപിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ലീഗൽ പരമാകുന്നൊരു കാര്യത്തെ സംബന്ധിച്ചുള്ളൊരു ഗൈഡൻസ് നിങ്ങൾ ഇന്നൊരു മധ്യസ്ഥത, ചിലപ്പോൾ ഒരു വൈദിക എനർജിയിൽ നിങ്ങളുടെ പുരോഹിത നമ്മുടെ ഒരു പുരോഹിതൻ്റെ സാന്നിധ്യത്തിലുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾ തേടുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ യാത്രയിലേക്ക്, ഒരു സ്പിരിച്വൽ പരമാകുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ദൈവികമാകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകണമെന്നുള്ളൊരു ആഗ്രഹം, അതുപോലെ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കിന്നൊരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട്. അത് ജീവിതത്തിലേക്കൊരു സിറ്റുവേഷൻസ്, ഒരു പുതുജീവൻ എനർജിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളൊരു യാത്രയ്ക്ക് ഇറങ്ങുന്നുവെങ്കിൽ അത് സ്പിരിച്വൽ പാതയെ ബേസ് ചെയ്തുള്ളൊരു യാത്രയാണ് എങ്കിൽ, അതുപോലെ എന്തെങ്കിലും ഒരു ഗൈഡൻസ് മറ്റൊരാളിൽ നിന്നും ലീഗൽ പരമാകുന്നൊരു പ്രോബ്ലംസിനെയോ അതല്ലെങ്കിൽ രണ്ട് വ്യക്തികളെ കണക്റ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നത്തിനൊരു പരിഹാരമൊക്കെ നിങ്ങൾ ഇന്ന് തേടുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ദ ചാരിയറ്റ് എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു സൺറൈസിങ് എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറേണ്ട സമയമായി. ജീവിത പുരോഗതി ഒറ്റയ്ക്ക് നിന്ന് നേരിടേണ്ട ഒരു വ്യക്തിയാണ് എന്ന തിരിച്ചറിവ്, അതായത് നിങ്ങൾക്ക് കാലം അനുകൂലമായിട്ടുണ്ട്, ഡിവൈൻ്റെ അനുഗ്രഹമുണ്ട്, നല്ലതും ചീത്തയുമാകുന്ന സിറ്റുവേഷൻസുകളെയെല്ലാം ഒരുപോലെ മാനേജിങ് ചെയ്യണമെന്നുള്ള ആ ഒരു മൈൻഡ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇമോഷണൽ പരമാകുന്ന ചില എനർജികൾ നിങ്ങളെ തേടി വരും കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഇമോഷൻസിനെ കണക്റ്റ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ പല സാഹചര്യങ്ങളിലും പല എക്സ്പീരിയൻസുകളും നേടിയ വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇന്നൊരു ട്രാവലിംഗ് എനർജിയിൽ പോകുന്നുണ്ട് കേട്ടോ. അതായത് ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കിന്നൊരു ട്രാവലിംഗ് എനർജി വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ട്രാവലിങ്ങിൽ നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻസ്, ഒരു നിരാശ നിറഞ്ഞൊരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിയും ഒരുമിച്ച് പോകുന്നതാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ എനർജിക്ക് ഒരു നിരാശയുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് ഇമോഷണൽ പരമാകുന്ന ചില എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ കാണുന്നത്. അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിനെ ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന സാഹചര്യമായിരിക്കാം. ഒരു സ്റ്റക്നെസ് എനർജിയിലാണ്, അതായത് ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കാതെ പോയി എന്നുള്ളൊരു എനർജിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അതിലൊരു നിരാശയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. പക്ഷേ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അബണ്ടൻസും ഇമോഷണൽ ബാലൻസും വന്നു ചേരുമെന്ന് തന്നെ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ പാസ്റ്റിൽ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഒരുപാട് കാലങ്ങളായിട്ട് ചിലപ്പോൾ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിൽ ഒരു വ്യക്തിയെ കാണാനും ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ടും ആൻഡ് അബണ്ടൻസ് എനർജിയും ലഭിക്കും. നല്ലൊരു ഹെൽപ്പ് എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ അതിനെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് നിങ്ങൾ ഒരു ചൈൽഡ്ഹുഡ് എനർജിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് കാണാതിരുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസും അബണ്ടൻസും ലഭിക്കുന്നുവെങ്കിലും ഫ്യൂച്ചർ എനർജിയിലേക്ക് ആ ഒരു ബന്ധം പോകുന്നത് ഒരു പവർ ലോസിങ് ആൻഡ് ഒരു ചീറ്റിംഗ് എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. അപ്പം ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരു ചെറിയ ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കണമെന്നാണ് കാണുന്നത്. കാരണം അത് പിന്നീട് നിങ്ങളെ ഒരു ബന്ധനാവസ്ഥയിലാക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഒന്നെങ്കിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളിലുള്ള പോസിറ്റിവിറ്റീനെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് ലോസ് എനർജിയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. ഫിസിക്കലി നിങ്ങളെ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ഒരു ഇരയാക്കപ്പെടാനുള്ള ഒരു എനർജി, ഒരു വിക്ടിം എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം, നിങ്ങളിലേക്കുള്ള ഒരു വ്യക്തിയുടെ റീയൂണിയൻ എനർജി എന്നത് ഒരു കാലം കണക്റ്റ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. അതായത് ഒരു വിധിയിൽപ്പെട്ട, അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു നെഗറ്റീവ് ഡെസ്റ്റിനിയിൽപ്പെട്ട എനർജി ആയിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതിലൊരു ശ്രദ്ധ കൊടുക്കുക എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഒരു ജസ്റ്റിസ് നടപ്പിലാക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതൊരു മാറ്റമാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. നമ്മളിന്ന് പറഞ്ഞതുപോലെ ഒരു ട്രാവലിംഗ് എനർജി, പാർട്ട്ണർ എനർജിയെ ബേസ് ചെയ്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതൊരു ജസ്റ്റിസ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്നൊരു നീതിയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇമോഷണലി അതൊരു ഹാപ്പിനെസ് അല്ല എങ്കിലും അത് മുന്നോട്ടേക്കുള്ള യാത്രയിൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ വരുമെന്നാണ് കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്ന് ചില കാര്യങ്ങളിൽ ഒരു പുതിയ ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ, വളരെയധികം പോസിറ്റീവോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, ചില കാര്യങ്ങളൊക്കെ പാസ്റ്റിലേക്കുള്ള ചില കാര്യങ്ങൾ, നിങ്ങളൊരു പാസ്റ്റിലേക്ക് ഇന്ന് സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. ഒരു യാത്രയായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചിന്തകളായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പുതിയ തുടക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ്, ഒരു ഹാപ്പിനെസ്, അതുപോലെ ഒരു ഒരു ഇമോഷണൽ പോസിറ്റിവിറ്റി ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കണക്റ്റഡ് ആകുന്നതിനോടൊപ്പം ക്വീൻ ഓഫ് വാൻസിൻ്റെ എനർജി വരുന്നുണ്ട്. ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൽ ചിലപ്പോൾ സാമ്പത്തികപരമാകുന്നൊരു കാര്യത്തെ ബേസ് ചെയ്ത് ഒരു ബ്ലോക്കേജ് ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിലാണ്. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോകാൻ, ഒരു ചീറ്റിംഗ് എനർജി, നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ടിരുന്ന ചില കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തെ ബേസ് ചെയ്താണ്. അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിൻ്റെ ഫലമായിട്ട്, അതായത് അത് പറഞ്ഞതും ചെയ്തതും വെച്ച് നോക്കുമ്പോൾ, ആക്ഷൻ എടുത്തത് വെച്ചും കമ്മ്യൂണിക്കേഷൻ ചെയ്തത് വെച്ച് നോക്കുമ്പം ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട്. ഒരു കറക്റ്റ്നെസ് ഇല്ലാതെ പോയതിൻ്റെ ഫലമായിട്ട് ഫിനാൻഷ്യൽ പരമാകുന്നൊരു കാര്യത്തിൽ ഒരു ബ്ലോക്കേജ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. യു ആർ റെഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു എൻഡിങ് എനർജിയിൽ നിന്നും, അതായത് ഒരു നെഗറ്റീവ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, കാര്യങ്ങളെല്ലാം അവസാനിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു ഫീലിൽ നിന്നും നിങ്ങളോട് ഉയർത്തെഴുന്നേൽക്കുക എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ റെഡി ആകൂ എന്നാണ് ഡിവൈൻ പറയുന്നത്. വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫാമിലിപരമാകുന്ന എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് സാമ്പത്തികമായിക്കോട്ടെ, മറ്റു വ്യക്തിബന്ധങ്ങളെ കണക്റ്റ് ചെയ്തായിക്കോട്ടെ, ഈ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുമെന്നാണ് കാണുന്നത്. അതുപോലെ ബെർഡൻ എനർജി അവസാനിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി, ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ, വേണ്ടാത്ത ചില പ്രശ്നങ്ങളെയൊക്കെ തലയിലെടുത്ത് വെച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും
പറ്റുമെന്നാണ് ഡിവൈൻ പറയുന്നത്. എ ഇയർ ഫ്രം നൗ എന്നാണ് കേട്ടോ ഏഞ്ചൽസ് പറയുന്നത്. അടുത്ത ഇപ്പം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് എനർജി, അതായത് നിങ്ങൾ ഭയപ്പെടുന്ന ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ, മറ്റുള്ളവരുടെ ഓവർ ഗൈഡൻസ് അല്ലെങ്കിൽ ഓവർ വാർണിംഗ് എനർജി നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളെ വാച്ചിങ് ചെയ്യുന്ന, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങളെ വാച്ചിങ് ചെയ്യുന്ന ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആകുന്ന സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എങ്കിൽ, ചിലപ്പോൾ ഒരു ഇമോഷണൽ ചീറ്റിംഗ് നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങളൊരു എലോൺ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇന്നു മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സാഹചര്യം പൂർണ്ണമായി മാറി നിങ്ങൾക്കൊരു പെർഫെക്റ്റായ പോസിറ്റീവ് ആകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുക കേട്ടോ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ സഹകരിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. നിങ്ങൾ നെഗറ്റീവ് ഒന്നും പറയാൻ നിൽക്കേണ്ട, കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക, അതല്ലേ ശരി. ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ജീവിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടാത്തടത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക, നിങ്ങൾ മറ്റുള്ളവർക്കൊരു ഭാരമാവാതെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവരും ഒന്നുമല്ല, കുറച്ച് വ്യക്തികളുണ്ട്, നമുക്കത് വ്യക്തമായിട്ട് അറിയാം. അവരുടെ കർമ്മ എനർജിയെയും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവർക്ക് നാളെ വരാൻ പോകുന്നത് എന്താണെന്നും നമുക്ക് എത്ര ദൂരെ ഇരുന്നാലും വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ നിൽക്കാതിരിക്കുക, നിങ്ങൾക്ക് പറ്റിയ മാർഗം തേടി പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.